പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഇന്ന് 19ാം ദിനത്തിൽ എത്തി നിൽക്കുകയാണ്. കോട്ടയം ജില്ലയിലാണ് യാത്രാ പര്യടനം തുടരുന്നത്. 10ാമത്തെ ജില്ലയാണ് ഈ ജാഥ പര്യടനം പൂർത്തിയാക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് 4 ജില്ലകൾ മാത്രമാണ്. ഈ 10 ജില്ലകളിലായി നടന്ന പുതുയുഗ യാത്ര അത് വലിയ രീതിയിലുള്ള ഒരു ആവേശം സംസ്ഥാനത്താകമാനം തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഫെബ്രുവരി 6-ന് കാസർഗോഡ് കുമ്പളയിൽ നിന്നും പ്രയാണം ആരംഭിച്ച പുതുയുഗ യാത്ര ഇപ്പോൾ കോട്ടയത്ത് എത്തി നിൽക്കുമ്പോൾ ഇതിനോടകം ഈ ജാഥ പിന്നിട്ട 10 ജില്ലകളിലും അഭൂതപൂർവമായ ഒരു ജനസഞ്ചയത്തെയാണ്, ജനക്കൂട്ടത്തെയാണ്, ജനപിന്തുണയാണ് നമുക്ക് ഈ ജാഥയിൽ കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആവേശം ജനങ്ങൾക്ക് ഈ ജാഥയോട് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് ഈ ജാഥയെ ഏറ്റെടുത്തിരിക്കുന്നു. UDFന്റെ പ്രവർത്തകർ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രവർത്തകർ പോലും, ഇടതുപക്ഷക്കാരായിട്ടുള്ളവർ പോലും ഈ ജാഥയെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം ഈ ഇടതുപക്ഷ സർക്കാരിനെ കേരള ജനങ്ങൾ വെറുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമുഖരൊക്കെ തന്നെ പറയുന്നത്, പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്, ഇത്തവണ കോൺഗ്രസിന് ഏറ്റവും അധികം വോട്ട് ചെയ്യുക അത് കോൺഗ്രസ്സുകാരായിരിക്കില്ല, അതിലുപരിയായിട്ട് ഇടതുപക്ഷത്തുള്ളവരായിരിക്കും ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്യുക, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക. അത്രത്തോളം ഇടതുപക്ഷ ഭരണം ഇടതുപക്ഷക്കാർ പോലും വെറുത്തിരിക്കുന്നു. CPM അണികൾ പോലും, ഇടതുപക്ഷത്തിന്റെ അണികൾ പോലും ഈ പിണറായി വിജയന്റെ ഭരണത്തെ വെറുത്തിരിക്കുന്നു. ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും തുടച്ചു നീക്കുക, പുറത്തിറക്കുക എന്നീ ഒറ്റ ലക്ഷ്യത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയാണ്. ആ ദിനം എത്തിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം എത്തിക്കഴിഞ്ഞാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി കുറിക്കാൻ വോട്ടർമാരെല്ലാം, ജനങ്ങളെല്ലാം തന്നെ സന്നദ്ധമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. അത്തരത്തിൽ ജനങ്ങൾ മടുത്ത, ജനങ്ങൾ വെറുത്ത, ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരു സർക്കാരാണ്, ദിനങ്ങൾ എണ്ണിക്കഴിയുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ പറയുന്ന പ്രതിപക്ഷ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ലഭിക്കുന്ന സ്വീകരണം. ഇന്ന് കോട്ടയത്ത്, അതായത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ജില്ലയായ കോട്ടയത്താണ് പുതുയുഗ യാത്ര പുരോഗമിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉൾപ്പെടെ, തിരുനക്കരയിൽ ഉൾപ്പെടെ അഭൂതപൂർവമായ ജനത്തിരക്കാണ് ഈ ജാഥയെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. UDFന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാനായിട്ട്, അദ്ദേഹം പറയുന്നത് കേൾക്കാനായിട്ട്, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ കേൾക്കാനായിട്ട്, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട്, അദ്ദേഹവുമായിട്ട് സംവദിക്കാൻ, തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ഒക്കെ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും, ഈ ജാഥയുടെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് UDF പ്രവർത്തകർക്കും കോൺഗ്രസിനും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആവേശം പകരുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും സാധാരണ ഒരു തെരഞ്ഞെടുപ്പിന്റെ ജാഥ എന്നതിനേക്കാൾ ഉപരി ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടാനൊരുങ്ങുമ്പോൾ ഒരു 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഈ സർക്കാരിനെ പുറത്താക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുന്നതോടൊപ്പം തങ്ങൾ അധികാരത്തിലെത്തിയാൽ എന്താണ് ഭാവി കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ രേഖകൾ സമിതം സമർപ്പിച്ചുകൊണ്ട്, ഒരു രൂപരേഖ സമർപ്പിച്ചുകൊണ്ട് അതിൽ ചർച്ച നടത്തിയാണ് ഈ പ്രതിപക്ഷ നേതാവിന്റെ ജനകീയ യാത്ര മുന്നോട്ട് പോകുന്നത്. പുതുയുഗ യാത്ര അങ്ങനെ ജനകീയ യാത്രയായിട്ട് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ഈ കോഴിക്കോട് വെച്ചാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഹെൽത്ത് റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത്. അത് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ തന്നെ, ഹെൽത്ത് കമ്മീഷനെ തന്നെ നിയോഗിച്ചിരുന്നു. ആ കമ്മീഷൻ ആരോഗ്യ മേഖലയിൽ പഠിച്ച് സമർപ്പിച്ച റിപ്പോർട്ട്, വിവിധ കാര്യങ്ങൾ, വിവിധ വശങ്ങൾ പരിഗണിച്ചുകൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ട്, അത് സർക്കാരിന്റെ നിലവിലെ സർക്കാർ തകർത്തിരിക്കുന്ന ആരോഗ്യ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് തങ്ങളുടെ ആരോഗ്യ നയം എന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് അന്ന് പുറത്തുവിട്ടത്. അതിനുശേഷം തൃശ്ശൂരിൽ വെച്ചാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അത്തരത്തിൽ ഓരോ മേഖലയെ സംബന്ധിച്ചും തങ്ങൾക്കുള്ള കാഴ്ചപ്പാട്, തങ്ങൾക്കുള്ള നയം എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ UDFന്റെ ഈ പറയുന്ന ആരോഗ്യ നയവും ഒപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ നയവും ഒക്കെ തന്നെ വിദ്യാർത്ഥികളും സാധാരണക്കാരും ഉൾപ്പെടെയുള്ളവര് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ പറയുന്ന
ആരോഗ്യ മേഖലയിലെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെയും ഒക്കെ തന്നെ UDF സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന നയങ്ങൾക്ക് വലിയ രീതിയിലൊരു കയ്യടി പിന്തുണ ലഭിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വരും ദിനങ്ങളിൽ ഈ മാർച്ച് 6-ാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലാണ് ഈ ജാഥ സമാപിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് മറ്റു പല വകുപ്പുകളിലും എന്തൊക്കെയാണ് തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഓരോ വകുപ്പുകളെയും കൈകാര്യം ചെയ്യുക, എന്തൊക്കെ പദ്ധതികളാകും, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാകും, എന്തൊക്കെ പരിഷ്കാരങ്ങളാകും ഈ വകുപ്പുകളിൽ നടത്തുക എന്നത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രകടന പത്രിക വേറെ തയ്യാറാക്കുന്നുണ്ട്. അതിനും ഉപരിയായിട്ട് എന്തൊക്കെയാണ് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഓരോ വകുപ്പും തിരിച്ചുകൊണ്ട് ആ വകുപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്ന കേരളത്തെ ഒരു കേരളമായിട്ട് കെട്ടിപ്പടുക്കാനായിട്ട്, ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ കൂടി അഭിപ്രായം കേട്ടുകൊണ്ടാണ് VD സതീശൻ അത് തയ്യാറാക്കി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഓരോ ദിനവും ഓരോ ജില്ലയിലും ഈ പറയുന്ന പോലെ സാധാരണക്കാരുടെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളുമായിട്ട്, തൊഴിലാളികളുമായിട്ടും ഒക്കെ തന്നെ വ്യാപാരികളുമായിട്ടും ഒക്കെ തന്നെ അദ്ദേഹം നിരന്തരം ഓരോ ദിവസവും അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. മുൻപ് മുഖ്യമന്ത്രിയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ നവകേരള യാത്രയിലുമൊക്കെ പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നടത്തിയത്. എങ്കിൽ VD സതീശൻ നയിക്കുന്ന ഈ പറയുന്ന പുതുയുഗ യാത്ര അദ്ദേഹം കേൾക്കുന്നത് ഈ പറയുന്ന പൗരപ്രമുഖരെയല്ല, അവരെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് പൗരപ്രമുഖർ എന്ന് പറയുന്നത് അത് അടിസ്ഥാന വർഗ ജനങ്ങളാണ്. ഓരോ മേഖലയിലെയും, കേരളത്തെ കെട്ടിപ്പടുക്കുന്ന ഓരോ മേഖലയിലെയും ഓരോ വിഭാഗത്തിലെയും പ്രതിനിധീകരിക്കുന്ന ആളുകൾ അവിടെ എത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ പ്രതിപക്ഷ നേതാവുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അതിന്റെ പരിഹാരങ്ങൾ അദ്ദേഹം അപ്പോൾ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഓരോ ജില്ലയ്ക്കും വേണ്ടുന്ന പ്രശ്നങ്ങൾ പഠിച്ചിട്ട് ഓരോ ജില്ലയ്ക്കും വേണ്ടുന്ന റിപ്പോർട്ട് പ്രത്യേകം തയ്യാറാക്കി അത് അവതരിപ്പിക്കും. അത്തരത്തിൽ ഓരോ ജില്ലയുടെയും പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണും എന്നുള്ള ഒരു ഉറപ്പും ഈ പറയുന്ന യോഗത്തിൽ VD സതീശൻ നൽകുന്നുണ്ട്. എന്തായാലും ജാഥ വലിയ രീതിയിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ CPM ഇടതുപക്ഷ മുഖത്തിനെ ഹാലിളകി ഇരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് VD സതീശനെതിരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉൾപ്പെടെയായിട്ട് ഈ ഭരണപക്ഷം, പ്രത്യേകിച്ച് CPM ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്. CPMന്റെ സൈബർ ഹാൻഡിലുകളെല്ലാം തന്നെ VD സതീശനെ അധിക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന ഒരു നീക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് കൂടുതൽ ആവേശം സംഭരിച്ചുകൊണ്ട്, കൂടുതൽ ഊർജം ശേഖരിച്ചുകൊണ്ട്, ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ഊർജം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ജാഥയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓരോ ദിനത്തിലും ഈ ജാഥയ്ക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, ആ ജാഥയ്ക്ക് കിട്ടുന്ന ഒരു വരവേൽപ്പ്, ആവേശമൊക്കെ തന്നെ കോൺഗ്രസിനെയും UDFനെയും വലിയ രീതിയിൽ ആഹ്ലാദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനോടകം തന്നെ പല സർവേകളും പുറത്തു വന്നിട്ടുണ്ട്. ആ സർവേകളിലൊക്കെ തന്നെ UDFന്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ജാഥയ്ക്ക്, പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്രയ്ക്ക് ഓരോ കേന്ദ്രങ്ങളിലും കിട്ടുന്ന സ്വീകരണം, ഓരോ കേന്ദ്രങ്ങളിലും ലഭിക്കുന്ന ഒരു ജനപിന്തുണ എന്ന് പറയുന്നത് അത് വലിയ ആവേശം തീർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ ജാഥയെ ഏറ്റെടുത്ത് അവർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.